അങ്ങനെ പോളണ്ടിലുള്ളൊരു മേക്ക് ഓവർ ലുക്ക് കണ്ടാലോ? ഹേ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വളരെ ഡൗട്ടായിരിക്കും, നാട്ടിൽ നിന്ന് ഈ കൊച്ചിന് പെട്ടെന്ന് ഇങ്ങനെ പോളണ്ടിലേക്ക് ഒരു വർക്ക് കിട്ടിയത്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ എന്തായാലും പറയുന്നുണ്ട്. പിന്നെ 2-3 ദിവസം രാവിലെ എണീച്ച് പോയി തണുപ്പത്ത് പോയതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ രീതിയിൽ അത്യാവശ്യം നല്ല ശ്വാസമുട്ട് പോലെ ഉണ്ട്. അതുകൊണ്ട് വോയിസ് എടുക്കുമ്പോൾ ചെറിയൊരു വോയിസിൻ്റെ എന്നുള്ള സൗണ്ട് ഇടയ്ക്ക് കയറി വരാൻ ചാൻസ് ഉണ്ട്. മാക്സിമം അതില്ലാണ്ട് വോയിസ് എടുക്കാൻ നോക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് ഇപ്പം. അപ്പോൾ രാവിലെ നമ്മൾ ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ റിസപ്ഷൻ ലുക്കിന് വേണ്ടിയിട്ട് റെഡിയാക്കാൻ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം വർക്ക് പോളണ്ടിലൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെയാണ്, നമ്മുടെ പുനലൂർ അങ്ങോട്ട് പോകുന്നിടത്തായിരുന്നു അപ്പം നമുക്ക് വർക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ വന്നപ്പോൾ തന്നെ എൻ്റെ ബ്രൈഡ് എന്തോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പുനലൂർ വരെ പോയിട്ടുണ്ട്. ബ്രൈഡ് വരാൻ അത്യാവശ്യം നല്ല ലേറ്റായി. അങ്ങനെ കാത്തിരുന്ന് ലാസ്റ്റ് എൻ്റെ ബ്രൈഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ പേര് വന്നിട്ട് അർച്ചന ചേച്ചി എന്നാണ്. അർച്ചന ചേച്ചി നമ്മുടെ ഇൻസ്റ്റഗ്രാം വഴിയാണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്തത്. അപ്പം അങ്ങനെ നമ്മൾ മേക്ക് ഓവറൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ റിസപ്ഷൻ ലുക്കിൻ്റെ ഡ്രസ്സ് വന്നിട്ട് ഒരു ഗൗൺ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഓപ്പൺ ഹെയർ സ്റ്റൈൽ ബാക്കിലായിട്ട് പഫാണ് കൊടുത്തത്. ഓപ്പൺ ഹെയർ സ്റ്റൈൽ എൻ്റെ മൈൻഡിൽ വന്നതല്ല. അർച്ചന ചേച്ചി എന്നെ കോൺടാക്റ്റ് ചെയ്തപ്പോഴേ എന്നോട് പറഞ്ഞതും എനിക്ക് ഓപ്പൺ ഹെയർ സ്റ്റൈൽ മാത്രമേ മതി, എനിക്ക് റിസപ്ഷനും എൻ്റെ വെഡ്ഡിങ് ലുക്കിനും എനിക്ക് ഓപ്പൺ ഹെയർ സ്റ്റൈൽ മാത്രം മതിയെന്ന്. പക്ഷേ നമ്മൾ രണ്ടിലും 2 ഡിഫറൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പിടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഫുൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഹെയർ സ്റ്റൈലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അതും എന്നോട് പറഞ്ഞത് എനിക്ക് ഭയങ്കര മിനിമലായിട്ട് എൻ്റെ സ്കിൻ ടോൺ കൂടുകയും വേണ്ട കുറയും വേണ്ട എന്നുള്ള രീതിയിൽ കറക്റ്റ് എൻ്റെ സ്കിൻ ടോണിൽ മാത്രം മേക്കപ്പ് ചെയ്ത് തരാമെന്ന് എന്നോട് കോൺടാക്റ്റ് ചെയ്തപ്പോഴേ പറഞ്ഞ കാര്യമാണ്. നമ്മൾ അതൊക്കെ പരിഗണിച്ച് അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഓർണമെൻറ്റ് സെറ്റാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം വന്നു. പിന്നെ നമ്മൾ 2 ലുക്കിലും അത്യാവശ്യം 2 രീതിയിലാണ് മേക്ക് ഓവർ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ 2 ലുക്കിലും ഓപ്പൺ ഹെയർ സ്റ്റൈൽ ആയതുകൊണ്ട് 2 ലുക്കിലും മേക്കപ്പ് ഒരുപോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് റിസപ്ഷനിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഐ വന്നിട്ട് ഇന്നർ കോർണറിൽ വാട്ടർ ലൈൻ കൊടുക്കാതെ ഔട്ടർ കോർണറിൽ മാത്രം ഇട്ട് അത്യാവശ്യം നല്ല ഗ്ലിറ്ററി കൊടുത്തിട്ടാണ്. പിന്നെ നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ലുക്ക് എന്തായാലും നമ്മുടെ ഈ വീഡിയോയിലുണ്ട്. അതിൽ ലുക്ക് ഇതിൽ നിന്ന് അത്യാവശ്യം ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിരുന്ന സമയത്താണ് അർച്ചന ചേച്ചിയുടെ ഒരു ഫ്രണ്ടിനെ ഞാൻ കണ്ടത്. ആ ഫ്രണ്ടാണ് നമ്മളെ പോളണ്ടിൽ മേക്ക് ഓവർ ചെയ്യാൻ പോയെന്ന് ഞാൻ പറഞ്ഞ ആൾ വന്നിട്ട്. അപ്പോൾ ആൾ പോളണ്ടിലൊന്നും അല്ലായിരുന്നു, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ മേക്കപ്പ് കിറ്റ് കളഞ്ഞു പോയായിരുന്നു, എവിടെ മിസ്സായി പോയതാണ്. അപ്പോൾ ആൾ ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെന്താ നമുക്കൊരു കൈ നോക്കിയേക്കാന്ന് പറഞ്ഞ് ഞാൻ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി വിളിച്ചിരുത്തി. പക്ഷേ ഒരബദ്ധം പറ്റി, എൻ്റെ കയ്യിലിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണ് ചേർന്ന രീതിയിലുള്ള ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും അല്ലയ്യ എന്ന് പറഞ്ഞിട്ടൊരു ടൈമിലാണ് എൻ്റെ കയ്യിൽ ഷോപ്പാരൻ്റെ പാലറ്റ് ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തൊരു ടെൻഷൻ അടിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പുതിയ ഫൗണ്ടേഷനൊക്കെ റെഡിയാക്കി. അങ്ങനെ നമ്മൾ മേക്ക് ഓവർ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് അതേ സ്കിൻ ടോണിലുള്ള ഫൗണ്ടേഷൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫേസ് മേക്കപ്പ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഐ മേക്കപ്പ് ചെയ്തപ്പോഴും ഐബ്രോസ് ചെയ്തപ്പോഴും എന്നോട് ആകപ്പാടെ പറഞ്ഞു റിക്വയർമെൻറ്റ്സും എനിക്ക് എൻ്റെ ഐബ്രോസും ഐ മേക്കപ്പിനകത്തുള്ള എൻ്റെ ലാഷസും എനിക്ക് ബ്രൗൺ കളർ മാത്രം മതി എന്നാണ്. അപ്പം നമ്മളത് ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ന്യൂഡായിട്ടുള്ള ഒരു ലൈറ്റ് റെഡ് കളർ ലിപ്സ്റ്റിക്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോഴത്തേക്ക് ആ ഒരു ബ്യൂട്ടി നല്ലോണം എൻഹാൻസ് ചെയ്ത് വരുന്നുണ്ട്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരാളെ മേക്കപ്പ് ചെയ്യാനൊക്കെ കിട്ടിയത്. ലൈക്ക് അബ്രോഡുള്ള ഒരാളെയൊക്കെ മേക്കപ്പ് ചെയ്യാൻ കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇത് കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും വിചാരിക്കും ഇതിനകത്ത് ഇപ്പോൾ എന്ത് സന്തോഷിക്കാൻ ഇത്രയെന്ന്. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വന്നു. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു മേക്ക് ഓവർ ചെയ്യുമെന്ന്. അപ്പം മേക്ക് ഓവറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അർച്ചന ചേച്ചിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പം അർച്ചന ചേച്ചി നമ്മൾ മേക്ക് ഓവർ സ്റ്റാർട്ടാവാൻ തന്നെ അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു മൊത്തത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ കിട്ടില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ആക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൻ്റെ നെയിം വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ അടിച്ച് വീട്ടിലോട്ട് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങിയ ടൈമിലാണ് എനിക്കും ചേച്ചിക്കും വല്ലാണ്ടൊരു വിശപ്പ് വന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കടയിൽ കയറി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫുഡെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടല്ല, വല്ല ഷേക്കോ കാര്യങ്ങളോ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് പുസ്തകമൊക്കെ വായിച്ച് പഠിച്ച് ഞങ്ങൾ 2 ഷേക്കൊക്കെ ഓർഡറാക്കി. അങ്ങനെ ഞങ്ങൾ നോക്കുകയാണ് ഇനി എന്തെങ്കിലും വേണോ. പിന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് പിടിച്ചു. കാരണം ഇല്ലെങ്കിൽ കിട്ടുന്ന പൈസ മൊത്തം നമുക്ക് കടയിൽ കൊടുക്കാനേ കാണും. അങ്ങനെ ചേച്ചിയുടെ ഫലൂടെ ഞാനൊരു ഗാലക്സി ഷേക്കാണെന്ന് അത് ഓർഡറാക്കി. അങ്ങനെ എൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കുടിക്കുകയാണ്. പക്ഷേ ശരിക്കും നടന്നത് എന്താണെന്ന് വെച്ചാൽ 5 മിനിറ്റ് കഴിഞ്ഞപ്പം ചേച്ചിയുടെ ഫലൂടെ ഞാനും കഴിച്ചു, എൻ്റെ ഷേക്ക് ചേച്ചിയും കുടിച്ചു. ഞങ്ങൾ എപ്പോൾ കടയിൽ കയറിയാലും 2 ടൈപ്പ് ഫുഡായിരിക്കും ഓർഡറാക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് 2നും ടേസ്റ്റ് അറിയാമല്ലോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 1 മണിയായപ്പം ഞങ്ങൾ ബ്രൈഡിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനും ചേച്ചിയും അച്ഛനും കൂടാണ് പോയത്. നല്ല കുറ്റാക്കൂട്ടി ഇരുട്ടായിരുന്നു. ഇരുട്ട് മാത്രമല്ല നല്ല തണുപ്പുണ്ട്.
തണുപ്പുണ്ടായിരുന്നു. ഒന്നാമത് ഇച്ചിരി അത്യാവശ്യം ഉള്ളിലേക്കായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴേ അവിടെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈറ്റ് ഇട്ട് വെച്ച് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ച് അങ്ങനെ എൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും അങ്ങനെ എടുത്തു. ഞങ്ങളങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. നല്ല മഴയുണ്ടായിരുന്നു തലേന്ന് രാത്രി തന്നെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് കിടന്നത്. പക്ഷെ നമ്മൾ പിറ്റേ ദിവസം 12 മണിക്ക് എണ്ണിച്ചിട്ട് 1 മണിക്ക് നമ്മൾ വർക്കിന് ഇറങ്ങിയിട്ടുണ്ട്. ടൈം മുഖ്യമാണ് മേക്കില്ല. നമ്മുടെ ബ്രൈഡ് താമസിച്ചാലും നമ്മൾ താമസിക്കാൻ പാടില്ല. കറക്റ്റ് ടൈമിൽ അങ്ങനെ എത്തി നമ്മൾ മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ റിസപ്ഷൻ ലുക്കിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല ഡിഫറെൻ്റ് ആക്കിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെഡ്ഡിങ് ലുക്കിന് സൈഡ് പാർട്ടീഷൻ എടുത്തിട്ടാണ് നമ്മൾ പഫൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ലക്ഷ്മി ദേവിയുടെ ചുട്ടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫേസ് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. പിന്നെ ലാസ്റ്റ് ഇട്ടപ്പോൾ ഉള്ളൊരു ഇതാണ് ആ കണ്ണിൽ കൂടെ വരുന്ന കണ്ണുനീര് നിങ്ങളീ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെയൊക്കെ മാറി നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ റിസപ്ഷന് നമ്മളൊരു ഗ്ലിറ്ററി വൈറ്റ് ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് എൻ്റയർലി ലുക്ക് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെഡ്ഡിങ് ലുക്കിൽ കറക്റ്റ് നല്ല റെഡും ഒരു ഗോൾഡൻ ഷെയ്ഡുമാണ് കൊടുത്തേക്കുന്നത്. 3 കളറും മിക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മുടെ ഐ മേക്കപ്പ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ അതുകൂടാതെ അത്യാവശ്യം ചെറിയൊരു വാലൊക്കെ ഇട്ടിട്ടാണ് കണ്ണെഴുതേക്കുന്നത്. കണ്ണിൻ്റെ ഇന്നർ കോർണറും നല്ലോണം തിക്കായിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ആളുടെ കണ്ണ് വന്നിട്ട് നല്ല ഭംഗിയുള്ള കണ്ണുകളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കണ്ണ് വന്നിട്ട്. പിന്നെ കണ്ണ് മാത്രമല്ല എല്ലാ ഫേഷ്യൽസും നല്ല ഭംഗിയുള്ളതായിരുന്നു കേട്ടോ. അപ്പം ഇന്നർ കോർണർ ഞാൻ ഇപ്പം എഴുതിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ വെളിയിലേക്ക് കാസ്റ്റിംഗ് ഷാഡോയും കൂടെ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ മറ്റേ ലുക്കിൽ നല്ല ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫേസ് മേക്കപ്പ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി നല്ല റെഡ് പൊട്ടാണ് കൊടുത്തേക്കുന്നത്. റെഡ് പൊട്ട് കൊടുത്തപ്പോൾ തന്നെ ആ ലുക്ക് നല്ലോണം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഔട്ടർ കോർണറും കാസ്റ്റിംഗ് ഷാഡോ ഒക്കെ കൊടുത്ത് ഓൾമോസ്റ്റ് നമ്മുടെ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ കുറച്ച് ഷെയ്ഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഏത് ഷെയ്ഡാണ് ഓക്കെ ആവുന്നതെന്ന്. എൻ്റെ മൈൻഡിൽ ഞാനൊരു റെഡ് പിങ്ക് ആ ഒരു രീതിയിലുള്ള ഷെയ്ഡാണ് നോക്കി വെച്ചിരുന്നത്. ബ്രൈഡിനും അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, സാരി ഡ്രേപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ഓർണമെൻറ്റ് സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ ഫുൾ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം അതിന് ശേഷം ഞാനും ചേച്ചി 2-3 വീഡിയോസൊക്കെ എടുത്താണ് മിറർ സെൽഫി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ബ്രൈഡ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫൈനൽ ടച്ചപ്പ് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റ വഴി കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാരണം നിങ്ങൾ കോൺടാക്ട് ചെയ്ത സമയത്ത് മാക്സിമം നിങ്ങളുടെ നെയിമും പ്ലേസും ഫംഗ്ഷൻ ഡേറ്റ് മെൻഷൻ ചെയ്തൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ പിന്നെ ഏതാണ് നമ്മുടെ ബ്രൈഡൽ ബുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളത് അല്ലാത്തത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ 2 ലുക്ക് വന്നിട്ട്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഫോട്ടോസ് നമ്മൾക്ക് ഇനി ക്യാമറമാൻ്റെ എന്ന് വാങ്ങേണ്ടി വരും. കാരണം ബ്രൈഡിന് അത്യാവശ്യം നേരത്തെ റെഡി ആവണമായിരുന്നു. അതിന് മുന്നേ ക്യാമറമാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാലും നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ച് വീഡിയോസൊക്കെ എടുത്ത് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ ബ്രൈഡിൻ്റെ ലുക്ക് വന്നിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പം ഇതുപോലുള്ള കുറേ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അവർ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം എന്തെങ്കിലും ബ്രൈഡൽ എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റ വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബൈ.